നമസ്കാരം. കഴിഞ്ഞ 4 മാസത്തിനിടെ കേരളക്കരയാകെ വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ തുടക്കം, അതായത് ഈ കഴിഞ്ഞ ഓണ നാളുകളിൽ, പ്രത്യേകിച്ചും സെപ്റ്റംബർ 7-ാം തീയതി 4-ാം ഓണ ദിവസം രാത്രിയാണ് അപ്പോൾ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അറ്റകുറ്റപ്പണികൾക്കായി വിഗ്രഹങ്ങൾ, ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ സെപ്റ്റംബർ 7-ാം തീയതി ഈ സംഭവം നടക്കുന്നു. സെപ്റ്റംബർ 9-ാം തീയതി തത്വമയി ഈ വാർത്ത പുറത്തുവിടുന്നതോടുകൂടിയാണ് ലോകമെമ്പാടും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. തുടർന്ന് നടന്ന സംഭവവികാസങ്ങൾ നമുക്കറിയാം. പിന്നീട് 2019-ലെ സമാനമായ സംഭവങ്ങളിലേക്ക് അന്വേഷണം നീളുന്നു. അങ്ങനെയാണ് ഇതൊരു വലിയ വിവാദമായി മാറുന്നത്. ഇതിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കും അതുപോലെ ഇതിളക്കിക്കൊണ്ടുപോയ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കുമൊക്കെ പിന്നീടാണ് ചർച്ചയാകപ്പെടുന്നത്. പക്ഷേ ഈ സെപ്റ്റംബർ 9-ാം തീയതി തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അടക്കമുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് തത്വമയിയാണ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്തകൾ പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി ഈ ഒരു സമയം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കാര്യം, ഈ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇത്തരത്തിൽ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ സ്വർണം പൂശുന്നതിലേക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ് നടന്നത് അതിനും 2 മാസം മുമ്പായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസത്തിൽ നടന്ന പ്ലാനിങ് അത് ഓഗസ്റ്റ് മാസത്തിൽ നടപ്പാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഓഗസ്റ്റ് മാസം വിചാരിച്ചതിലും അധികം ഭക്തജനത്തിരക്കാണ് മാസപൂജാ കാലയളവിൽ സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്തും കൂട്ടാളികളും ചേർന്ന് തീരുമാനിച്ച പ്രകാരം ഈ വിഗ്രഹപാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. കാര്യം, ഹരിവരാസനത്തിന് ഉൾപ്പെടെ വലിയ ജനസമൂഹമാണ് അന്ന് നടയടയ്ക്കുന്നതുവരെയും ഓഗസ്റ്റ് മാസത്തിൽ സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം ആ മാസം ഇവരുടെ പ്ലാനിങ് നടക്കാതെ പോയി. തുടർന്ന് വന്ന സെപ്റ്റംബർ മാസത്തിൽ മാസപൂജാ കാലയളവ് കടന്ന് ഓണപ്പൂജകൾക്ക് ശേഷം ശബരിമല നടയടയ്ക്കുന്ന ദിവസം ഇവർ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാര്യം, അന്ന് ചന്ദ്രഗ്രഹണമായിരുന്നു. അന്ന് രാത്രി ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്നെ പതിവിലും നേരത്തെയാണ് ക്ഷേത്രനട അടച്ചത്. അതുകൊണ്ട് ഈ ഒരു സമയം കൃത്യമായി വിനിയോഗിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങോടു കൂടിയാണ് ഈ സെപ്റ്റംബർ 7-ന് വിഗ്രഹപാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിക്ക് ആസൂത്രണം ഇടുന്നത്. ഇതിനെ തുടർന്നാണ് 2025 സെപ്റ്റംബർ 7-ാം തീയതി ചന്ദ്രഗ്രഹണ ദിവസം, അതായത് 4-ാം ഓണ ദിവസമാണെന്ന്, ഓണപൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടയ്ക്കുന്ന ദിവസമാണ്. അന്ന് ചന്ദ്രഗ്രഹണം കൂടിയായതുകൊണ്ട് പതിവിലും കുറവ് ഭക്തർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി 8 മണിയോടുകൂടി തന്നെ ക്ഷേത്ര നടയടച്ചു. അതിനുശേഷം ഭക്തരെ മുഴുവൻ അവിടെ നിന്നും ഒഴിപ്പിച്ച ശേഷം അന്ന് രാത്രി തന്നെയാണ് ഈ വിഗ്രഹപാളികൾ CCTV ഓഫ് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു പെർമിഷനും ഇല്ലാതെ, മുൻകൂർ അനുമതി ഒന്നുമില്ലാതെ PS പ്രശാന്തും കൂട്ടാളികളും ചേർന്ന് ഇത് യാതൊരു സുരക്ഷയുമില്ലാതെ അവിടെ നിന്നും ഇളക്കി ചെന്നൈയിലേക്ക് ഒരു ഇന്നോവ കാറിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് പ്രശാന്ത് പറഞ്ഞതൊക്കെ പച്ച നുണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം, ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടേ എന്ന് തത്വമയി തന്നെയാണ് അദ്ദേഹത്തോട് പന്തളത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചത്. അന്ന് അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞു അതൊരു ടെക്നിക്കൽ കാര്യം മാത്രമാണ്, അത് പിന്നീട് ലെറ്റർ കൊടുത്താലും മതി എന്നുള്ള രീതിയിലാണ് PS പ്രശാന്ത് പറഞ്ഞത്. മാത്രമല്ല, മതിയായ അനുമതികൾ എടുത്തിരുന്നു തിരുവാഭരണം കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഒക്കെ എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. പക്ഷേ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. കാര്യം, ഇവരുടെ പെർമിഷൻ അല്ല. ഒരു ആൻറ്റിക് വാല്യൂ ഉള്ള സ്വർണങ്ങൾ അമ്പലത്തിൻ്റെ പ്രമിസസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെയോ അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയോ മാത്രം പെർമിഷൻ അല്ല അതിൽ വേണ്ടത്. അതിലും മേലധികാരികളായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ, കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ അല്ലെങ്കിൽ കോടതിയുടെ തന്നെ അനുവാദത്തോടു കൂടി മാത്രമേ ആ സ്വർണം അവിടെ നിന്ന് കടത്താൻ പാടുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെതായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിഗ്രഹക്കടത്ത് അവിടെ നടത്തിയത്. എന്തായാലും അതിനുശേഷം പിന്നീടുണ്ടായതെല്ലാം ചരിത്രമാണ്. ഇപ്പോഴും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയുടെ അറസ്റ്റിലെത്തി നിൽക്കുന്ന സംഭവത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ അടുത്ത ദിവസം രേഖപ്പെടുത്തുമെന്നറിയുന്നു. കേസ് SITയും കടന്ന് EDയിലേക്ക് പോവുകയാണ് അന്വേഷണം. എന്തായാലും PS പ്രശാന്തും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹവും അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഇടയാകേണ്ടി വരും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം
കെട്ടുമുറുക്കി ശബരിമല ദർശനം നടത്തിയിരുന്നു. പഴയ ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ പ്രത്യേക പരിഗണന നൽകിയാണ് ദർശനം നടത്തിയത്. എന്തായാലും PS പ്രശാന്ത് ഉടൻ തന്നെ SITയുടെ വലയിലാകും, കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.